ധീമാ 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 ഹൃദയ കൂട്ടை ഇടിത്തവളെ എൻ പെற்றோர்க்கு செல்ல மருமகளே பக்கத்துல நாம் அடுக்க வழி சொல்லம்மா ரத்தத்துல பெத்தெடுக்க விதி விடுமா தீமா 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 for better days to come and carry us like wind in our sails. Hold on tight, I can smell the shore, it's right in front of us if we just hold on tight. This vision that I saw is getting closer every dawn. We are dreamers of the shore. 7 years now on this boat, and we all know where we belong. Just wait. ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും ഉറ്റമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചു. ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. എത്രയും നേടുന്ന മാതാവേ, എൻ്റെ സങ്കേതങ്ങളോട് സഹായം തേടി അതിശയാഴ്ചകളിൽ ഒരുവനെങ്കിലും നിപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. മാതാവേ, വിശ്വാസത്തിലേക്കപ്പെട്ട് നിന്റെ പാപങ്ങൾ ഞങ്ങൾ അണിയുന്നു. വിലപിച്ചിരുന്ന ഭാവിയായ ഞങ്ങൾ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. അവരുടെ മാതാവേ, ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിയണമേ. ആമേൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.
Sunlight fell, it reminded me that life can be so gracious sometimes. And I felt like everything around me was connected somehow. At night I hear the rhythm of the ocean as it breaks on the shore. And I think about all the things that I am grateful for. And they say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through. Sometimes I get a little bit emotional when I see love unfold. Two hearts bound by reflections of the memories they'll forever hold. And they say, hold on to the ones you love, keep them close to you. They say, hold on to this time we have, and let the light shine through. They say, hold on to the ones you love, keep them close to you. And they say, hold on to this time we have, and let the light shine through. ഈ ഇടവകയിലേക്ക് പുറമായി നിന്ന് മുഴുവൻ കുടുംബാംഗങ്ങളെ ഉടനടി ഇടവകയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും പരിശുദ്ധമായ ഹൃദയത്തോടെ നമ്മളൊരു ഉദാശയാണ് നമ്മൾ പരികർമ്മം ചെയ്യാനായിട്ട് പോകുന്നത്. ആ ഒരു പൂർണ്ണ ബോധ്യത്തോടെ നമുക്ക് ഈ വിശുദ്ധ ബലിയിലും അതുപോലെ തന്നെ ഈ ഉദാശീലമായിരിക്കും. അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. എന്താണ് ഉദാശയെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും അതനുസരിച്ച് നമുക്ക് ഏറ്റവും ഭക്തിയോടെ ഈ വിശുദ്ധ കുർബാനയിലും ഈ വിവാഹങ്ങൾ ഉദാശയം പങ്കിടാം. പ്രത്യേകമായിട്ട് ഇന്ന് പുതിയ കുടുംബമായി മാറുന്ന മാത്യുവിനെയും അൽഫോൻസയും ഈ വിശുദ്ധ ബലി നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കും. ഇവരുടെ കുടുംബജീവിതം ഏറ്റവും സന്തോഷപ്രദമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സർവശക്തനായ ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും.
സമാധാനം നിങ്ങളോടുകൂടി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കുമെന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികൾ വെള്ളം നിറയ്ക്കും എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് വിലക്കിന് പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലേക്ക് ആരായി ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അവിടെ വിവാഹത്തിന് ഒരു വലിയ കാര്യം ഈശോയോട് പറഞ്ഞു. വേണ്ടത്ര ഒരുക്കമുണ്ടായി. പൂർണ്ണമായിട്ടുള്ള ബോധ്യവും നിങ്ങളുടെ വിവാഹം എന്ന കൂതാശയ്ക്കായിട്ട് നിങ്ങളുടെ കുടുംബജീവിതം എന്ന വലിയ എന്താണ് വിവാഹം, എന്താണ് കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം എന്നൊക്കെ കേട്ടു. 25-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ 10 ധനികന്മാരെ കുറിച്ച് പറയും. 10 ധനികന്മാർ. അതിനകത്ത് 5 പേരുടെ കാര്യവും വിവേകമതികളും 5 പേര് വിവേകശൂന്യങ്ങളും ഉണ്ടായിരുന്നു. വിവാഹ വിരുന്നിന് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. പിന്നെ 3-ാമത്തെ കാര്യം നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്ന നമ്മുടെ ജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണം. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ സാഹസം നൽകിയ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരനായ നീക്കും മണവാട്ടി നിന്നെ ഇതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ. ആനന്ദിക്കുക പ്രിയപുത്രീ. തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അൽഫോൻസെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അൽഫോൻസ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്യുവിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. അബ്രാഹത്തിനെ, ഇസ്ഹാക്കിനെ, യാക്കോബിനെ ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് യേശു മിശിഹ നിങ്ങളെ വിവാഹത്താൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാർ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷം പ്രോത്സാഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിന് മുദ്രിതമായിരുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെ വിശുദ്ധമായി ഇവർ പരസ്പരം അണിയുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
കൃപാവരത്തിന്റെ അക്ഷരവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അനുകരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും നിന്നെ ധരിക്കുന്ന വഴി നിന്നെ ധരിക്കുന്ന ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗ്ഗത്തിൽ നിത്യവാസവും നിത്യമോഹത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിനും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിനും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരനെ, നിങ്ങൾ തലമുറിച്ച് ആശ്വാസം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹായി എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങളുടെ തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളെ ചൊരിയട്ടെ. ദൈവമേ, മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ രക്ഷയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്നേഹത്തിനെയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. Thank you.
ദാസനായി അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ പരിപാലനത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരനായി നീക്കും. കർത്താവായ വിശുദ്ധായ ദൈവമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഇന്ത്യകളുടെ നായകനായ സുഖവും നീ സകലം നീ അഖിലം നീ
പ്രകാശമേ വഴികാട്ടു നീ. ഞാനും ഒന്നാണ്. കാലം തന്ന നിധിയാണ് ഞാൻ കാത്തിരുന്ന കനിനീ. എൻ കണ്ണിൽ നിറയും കണിനീ. ഞാൻ കവിത എഴുതും മൊഴി നീ. പൂങ്കൊടി നീ. സുഹൃതം നീ സുഖവും നീ സകലം നീ അഖിലം നീ നീ. இதழ்கள் தழுகி சென்றது கவிதை உணர்ந்தேன் மடியில் ஒரு பூவாய் மயங்கினேன் இளமை அறிந்தேன் ഇത് കനവോ. സ്റ്റേജിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആൻഡ് യു ബോത്ത് ആർ ലുക്കിംഗ് വെരി ഫാബുലസ്, വെരി ക്യൂട്ട് ആക്ച്വലി. ഓക്കെ, what do you feel now? നിങ്ങൾ കണ്ടുമുട്ടി, പ്രണയിച്ചു, മനസ്സിലാക്കി, ആൻഡ് യു ഹാവ് ഗോൺ ത്രൂ മെനി സ്റ്റേജസ് ഓഫ് റിലേഷൻഷിപ്പ് ആൻഡ് ഫൈനലി യു ആർ ഹിയർ ആസ് ഗ്രൂം ആൻഡ് ബ്രൈഡ്. വാട്ട്സ് യുവർ ഫീലിംഗ്സ് നൗ? Feels really fantastic, really fantastic. So surprising actually, so yeah, it is what it is. Thank you. ജോസി, യെസ്, എല്ലാവരും കൂടെയുള്ളതിൽ ഒരുപാട് സന്തോഷം. ജോസിക്കും കോളിനും. യെസ്, ദാറ്റ്സ് ഇറ്റ്, ദേ ആർ ഹിയർ. ആദ്യമായി തന്നെ ഗ്രൂമിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഗ്രൂം മിസ്റ്റർ കോളിൻ ജോയ് വെള്ളിപ്പാറ മാമ്പുഴയ്ക്കൽ കുടുംബാംഗമാണ്. ആൻഡ് ഹി ഈസ് ജനറൽ മാനേജർ ഓഫ് ഇ-കോം കമ്പനി and he settled in UK. And the prettiest Miss Josie Joseph, the bride, ഉളിക്കൽ കുറവയിൽ ഇടവക മുള്ളൻകുള്ളിയിൽ കുടുംബാംഗമാണ്. And currently she is working as a very dedicated registered nurse in UK. And she was a very bright student. എനിക്കറിയാൻ സാധിച്ചത് she was a rank holder during her nursing degree. നല്ലൊരു കൈയ്യടി കൊടുക്കാം നമ്മുടെ ബ്രൈറ്റ് ജോസി ജോസഫിന് വേണ്ടിയിട്ട്. Now it's turn for the siblings to be on the stage. ആദ്യമായി തന്നെ let me invite Colin's siblings. Colin's brother, Mr. Clinton Joy, Isani Joseph onto the stage. ഇനിയും Mr. Clinton ഇവിടെ എവിടെയും to the front along with their family members. തിരിതെളിയിക്കുന്നതിനായി ജോസിയെ കോളിനെയും ഞാൻ വേദിയിലേക്ക് മുന്നോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം അവരുടെ പേരൻസിനെയും ക്ഷണിക്കുന്നു. We walked about while the whole world was sleeping. We sat above where the highways were reaching, and all the lights
I forgot what it's like to be believed in. But you fill my head with 100 dreams. When it's dark, I can see it. And all the lights dancing on your skin. And all I've done to hold you here again. മധുരം വെക്കട്ടെ, മധുരം വെച്ചോട്ടെ. ക്വസ്റ്റനിങ് ഗെയിം നമ്മൾ ഫെമിലിയർ ആണ്. യൂഷ്വലി നമ്മൾ ഷൂ ഗെയിം ഒക്കെയാണ് പറയുന്നത്, പക്ഷെ നമ്മളിവിടെ ഷൂസും ഒന്നും അഴിക്കുന്നില്ല, ഷൂസ് യൂസ് ചെയ്യുന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ആർ യൂസിങ് ദ ഫ്ലവർ. സോ ഇറ്റ്സ് ഫ്ലവർ ഗെയിം ബേസിക്കലി. സോ ഈ ഫ്ലവർ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിൻ്റെ ആൻസർ ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ കോളിൻ ആൻഡ് ജോസിസ് ലൈഫ്. സോ അതിൻ്റെ ആൻസർ ജോസി എന്നാണെങ്കിൽ രണ്ടുപേരും ഈ ഫ്ലവർ, ഈ പിങ്ക് ഫ്ലവർ റേസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് കോളിൻ എന്നാണ് അതിൻ്റെ ആൻസർ എങ്കിൽ ഓഫ് കോഴ്സ് ഈ ഫ്ലവർ ഇത് ക്രീം കളർ, അപ്പം ഇത് റേസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് പോവാം, ചെയ്യാം. പ്ലീസ് എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, നല്ലൊരു കൈഡി കൊടുക്കണം. ഇവർ എന്തെങ്കിലും പൊട്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ തെറ്റിച്ചിരിക്കുകയാണ്. സോ ആക്ച്വലി അതൊരു സബ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ മെയിൻ ക്വസ്റ്റ്യൻ ഫോർ ദാറ്റ് ഈസ് നിങ്ങളുടെ ബെട്രോത്തൽ കഴിഞ്ഞിരുന്നോ? ഓക്കെ. സോ ബെട്രോത്തലിൽ യൂഷ്വലി 2 സാക്ഷികൾ ഉണ്ടാവാറുണ്ട്. ആരായിരുന്നു ആ 2 സാക്ഷികൾ? അവരുടെ പേര് പറയുക. ഓക്കെ, അതും തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നു. കോളിൻ, ജോസി, ഡു യു ഹാവ് എനി ഐഡിയ അബൌട്ട്? ഇല്ല, 2 പേർക്കും. നിങ്ങൾ 2 പേരെ അങ്കിൾസ് അല്ലായിരുന്നോ? നിങ്ങളുടെ ആദ്യം ബെട്രോത്തലിന്റെ ഒത്തുകല്യാണത്തിന്റെ ഇല്ല. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ 0-0. ഓക്കെ, ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഹൂ എമംഗ് യു ഈസ് വെരി ബാഡ് വിത്ത് ഡേറ്റ്സ്? ഡേറ്റ് ഈ തീയതികൾ ഓർത്തു വെക്കാൻ ഏറ്റവും പോറായിട്ടുള്ളത് ആരാണ് നിങ്ങളിൽ? യെസ്, ഫ്ലവർ ലിഫ്റ്റ് ചെയ്യാം പ്ലീസ്. Who among you is very bad with dates? തീയതികൾ, ഡേറ്റ് ഓർത്ത് വെക്കാൻ ഏറ്റവും ബാഡ് ആരാണ്? ഓക്കെ, അവിടെ ആദ്യത്തെ സെക്കൻഡ് ക്വസ്റ്റ്യനും തെറ്റിയിരിക്കുകയാണ്. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. സോ യുവർ ആൻസർ ഇസ് ഓക്കെ, ജോസിയാണ് ഡേറ്റ് ഓർത്ത് വെക്കാൻ പോരെന്ന് ജോസി തന്നെ സമ്മതിച്ചിരിക്കുന്നു. ബട്ട് കോളിൻ സപ്പോർട്ടഡ് ഹർ. ഓക്കെ, സോ അതും തെറ്റിയിരിക്കുന്നു. അതിന് പണിഷ്മെന്റ് ഇപ്പം തന്നെ തരാം. ജോസിയുടെ ബർത്ത്ഡേ എന്നാണ്. Is it correct, Josie? 31st October? അതെങ്കിലും ശരിയാക്കിയല്ലോ. ഓക്കെ, ഭാഗ്യം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ഞാൻ പിടിച്ച മുയലിൽ 3 കൊമ്പ്. ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആർക്കാണ്? നിങ്ങളിൽ ആർക്കാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ളത്? ഞാൻ പറഞ്ഞതാണ് ശരി, ഞാൻ പിടിച്ച മുയലിനാണ് 3 കൊമ്പുള്ളത്. ആർക്കാണ്? ലിഫ്റ്റ് ദ ഫ്ലവർ. ആലോചിച്ച് ചെയ്യണം. അതും തെറ്റിച്ചു. ഇത് വലിയ പണിഷ്മെന്റ് ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് 2 പേർക്കും, വലിയ പണിഷ്മെന്റ് ആയിരിക്കേ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് വരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പാർട്ട്ണറിന് പോസ്റ്റ് കൊടുക്കുന്നത് ആരാണ്? ഓക്കെ, ഒന്ന് ആൻസർ പറയാമോ? എല്ലാവരും കേൾക്കാൻ വേണ്ടി.
ഓക്കെ, ജോസി അങ്ങനെ എവിടെയെങ്കിലും പോസ്റ്റ് കിട്ടി വഴിയ സൈഡിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? ഒരുപാട് തവണ. ഓക്കെ ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഫീലിംഗ്. ഓക്കെ ഫൈൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ആദ്യമായിട്ടാണോ നിങ്ങൾ കറക്റ്റ് ആൻസർ പറഞ്ഞത്? ഓക്കെ, സോ ഹു ലൈക്ലി ടു ഗെറ്റ് ട്രിക്ഡ്? പറ്റിക്കാൻ പറ്റുന്ന ആരാണ് നിങ്ങൾ? പെട്ടെന്ന് പറ്റിക്കാൻ പറ്റുന്നത്. Colin is ready with the answer. Josie, it's your turn. Okay, ഒന്നുകൂടി ലിഫ്റ്റ് ചെയ്യോ കോളിൻ? ഓക്കെ, ആൻസർ ശരിയായിരിക്കുന്നു. ജോസി റൈറ്റ്? ഓക്കെ, നാട്ടുകാരെ പറ്റിച്ചിട്ടുണ്ടോ? ഒരുപാട് കോളി പറ്റിച്ചിട്ടുണ്ടോ? ഓക്കെ, അവരെന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. സാരി നമുക്ക് പിടിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, എൻ്റെ മമ്മി ഉണ്ടാക്കുന്ന ചിക്കൻ കറി ആയിരുന്നു ഇതിലും നല്ലത് എന്ന് പറയാൻ ചാൻസ് ഉള്ളത് നിങ്ങളിൽ ആരാണ്? എൻ്റെ മമ്മി ഉണ്ടാക്കുന്ന ചിക്കൻ കറി ആയിരുന്നല്ലോ ഇതിലും ഭേദം എന്ന് പറയാൻ ചാൻസ് ഉള്ളത് ആരാണ്? ദാറ്റ് മീൻസ് ഹു ഈസ് ലൈക്ലി ടു കുക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം? ഇത് വിഷയമാകും അല്ലേ? വിഷയമാകും. കാരണം ഇത് കഴിയുമ്പോൾ നാളെ വരെ തുടങ്ങും. സാരമില്ല, എന്നാൽ ആൻസർ പറയണേ. രണ്ടുപേരും വെരി ഡിപ്ലോമാറ്റിക്. ഓക്കെ, അതായിരിക്കും നല്ലത് കോളിൻ. യെസ്, കോളിന് മനസ്സിലായി. ഓക്കെ, കോളിൻ ഒരു ബെറ്റർ ഹസ്ബൻഡ് ആകുന്നു. റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ടു ജോസി. ഓക്കെ, കോളിൻ പഠിച്ച സ്കൂളിന്റെ പേര് എന്താണ്? സ്കൂളിന്റെ പേര്, നോട്ട് കോളേജ്. സ്കൂളിന്റെ പേരെന്താണ്? അറിയത്തില്ല. ഓക്കെ, പണിഷ്മെന്റ് ഉണ്ട്. വലിയ വില കൊടുക്കേണ്ടി വരും രണ്ടുപേരും. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ടു യു കോളിൻ. What is the biggest change that you have observed in Josie after you have got committed into this relationship? അതായത് നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലായതിനു ശേഷം കോളിൻ ജോസിയിൽ ഒബ്സർവ് ചെയ്തിട്ടുള്ള വെരി പോസിറ്റീവ് ചേഞ്ച് എന്താണ്? In her character or in her habits? Anything? Caring and guiding habit actually. I don't have a habit. Basically, she guides me through my life. ദാറ്റ്സ് വെരി ഗ്രേറ്റ്. നല്ലൊരു ഗൈഡ് ജോസിക്ക് കൊടുത്താലോ? ജോസി ഒത്തിരി കെയറിങ് ആയി എന്നാണ് കോളിൻ പറഞ്ഞത്. നല്ലൊരു ഗൈഡ് കൊടുക്കാം ജോസിക്ക്. ഗൈഡ് പോരാ, എനിക്കറിയാം കുറേ പേര് ഭക്ഷണം കഴിക്കുകയാണ്. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ഓക്കെ, സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, നമ്മൾ പറഞ്ഞു നമ്മൾ കുക്ക് ചെയ്യുമ്പം ഓഫ് കോഴ്സ് രണ്ടുപേരും കുക്ക് ചെയ്യുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞു. സോ കോളിൻ, ജോസിക്ക് ഒരു ദിവസം നല്ലൊരു പനി പിടിച്ചു. ആൻഡ് ജോസി പറയാമോ മമ്മി ഉണ്ടാക്കുന്ന പോലെ ഒരു നല്ല ചൂട് കഞ്ഞി, ഒരു ഇച്ചിരി ചമ്മന്തിയും ഒരു പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പനി ഇപ്പോൾ പോയേനെന്നൊക്കെ പറയാം. ഓക്കെ, സപ്പോസ് അങ്ങനെയാണെങ്കിൽ കോളിൻ യു ഹാവ് ടു പ്രിപ്പയർ നെല്ലിക്ക ചമ്മന്തി നമ്മൾ ജോസിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. നെല്ലിക്ക ചമ്മന്തിയുടെ റെസിപ്പി ഒന്നും പറയണ്ട. ദ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ഇസ്, നെല്ലിക്ക ചമ്മന്തി പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തോരം, അതായത് 2 പേർക്ക് കഴിക്കാനുള്ള നെല്ലിക്ക ചമ്മന്തി പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തോരം മഞ്ഞളുണ്ട്? ഓക്കെ, നെല്ലിക്ക ചമ്മന്തിക്കകത്ത് എത്ര മഞ്ഞൾ ഇടണം? 2 പേർക്ക് കഴിക്കാനുള്ള നെല്ലിക്ക ചമ്മന്തിക്കകത്ത് എത്ര മഞ്ഞൾ ഇടണ്ട? യെസ്, അവിടെ അവസാനത്തെ ചോദ്യവും അതിദാരുണമായി. സാരില്ല, മറന്നുപോയായിരുന്നു അല്ലേ? പക്ഷെ സാരില്ല, നമുക്ക് പണിഷ്മെന്റ് ഉണ്ടെന്നാണ്. കാരണം നിങ്ങൾ രണ്ടുപേരും മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുത്തരം പറയുകയായിരുന്നു. ഓക്കെ, നമുക്കൊരു പണിഷ്മെന്റ് പോവാം. പണിഷ്മെന്റ് ഒന്നല്ല, ചെറിയ ടാസ്ക് ആണ്. ഓക്കെ, സോ യൂഷ്വലി നമ്മൾ ഗ്രൂമിനാണ് ഈ ടാസ്ക് കൊടുക്കാറുള്ളത്. സോ ഹിയർ ഐ തിങ്ക് വി ക്യാൻ ഗോ ഫോർ എ ചേഞ്ച്. നമ്മൾ ജോസിക്ക് ഒരു ടാസ്ക് കൊടുക്കാം. ഓക്കെ, ജോസി എഴുന്നേറ്റ് നിന്ന് കോളിൻ്റെ മുഖത്ത് നോക്കി, എന്തുകൊണ്ട് കോളിനെ ഞാൻ സെലക്ട് ചെയ്തു എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാർട്ട്ണറായിട്ട്? ഇത്രയും കാലം ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ എന്തുകൊണ്ട് കോളിനെ സെലക്ട് ചെയ്തു എന്ന് അറ്റ്ലീസ്റ്റ് ഒരു 3 സെൻറ്റൻസിൽ പറയുക. ആൻഡ് പ്രപ്പോസൽ വിത്ത് ദ ഫ്ലവേഴ്സ് യു ഹാവ് ഇൻ യുവർ ഹാൻഡ്. റെഡി? യെസ്. ഓക്കെ, മൊമെന്റ് ഓഫ് ജോസീസ് ആൻഡ് കോളിൻസ് ലൈഫ് ടുഡേ. ഓക്കെ, നമുക്ക് ചെയ്യാം. So all you have to do is, why do you like Colin and what are the special characteristics which attracted you in Colin, and proposal. Okay? Fine. Hi everyone. So
So we talked for 3 hours on the first call. And ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ കോമണാണ്, ഒത്തിരി കാര്യങ്ങൾ കോമണാണ്. ഓൾമോസ്റ്റ് ഒരുപോലത്തെ ആൾക്കാർ, ഓൾമോസ്റ്റ് ചിന്താഗതി ഒരുപോലത്തെയാണ്, കാര്യങ്ങളോടുള്ള കാഴ്ചപ്പാടുള്ളത്. പിന്നെ മോസ്റ്റ് ഓഫ് ഞാൻ നമ്മളില്ലാത്ര എക്സ്പേർട്ട് അല്ലല്ലോ. That was very sweet, അല്ലേ? Colin പോലും എക്സ്പെക്ട് ചെയ്തില്ല. Colin, you have anything to say to her? I'm really glad to get her, actually, my wife. So I really love you. ഭയങ്കര സ്വീറ്റ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് കോളിൻ ആൻഡ് ജോസി. താങ്ക് യു. ഓക്കെ, യെസ്. സോ ദാറ്റ്സ് വി ആർ എൻഡിങ് വിത്ത് ദി ഗെയിം. ആൻഡ് ഓഫ് കോഴ്സ് ഇപ്പോൾ ജോസി മന്ത്രകോടി ധരിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും. പരമ്പരാഗത വേഷമായ മന്ത്രകോടി അണിഞ്ഞ് ആഭരണ വിഭൂഷിതയായി ജോസി സ്റ്റേജിലേക്ക് ഉടനെ തന്നെ തിരികെ വരുന്നതായിരിക്കും. ഫോട്ടോസ് എടുക്കാൻ താല്പര്യമുള്ളവർ ദയവായി വെയിറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആൻഡ് ഷീ വിൽ ബി ബാക്ക് ഇൻ ഓൾമോസ്റ്റ് 15 minutes. അതിൽ കൂടുതൽ എടുക്കുമോ? ഇല്ല. ഓക്കെ ഓക്കെ ഫൈൻ, ലെറ്റ്സ് ഓൾ വെയിറ്റ് ഫോർ ദം. ഓക്കെ, താങ്ക് യു. പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൻ നാളം നീ പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൻ നാളം നീ மீண்டும் மீண்டும் காண தூண்டும் மாயாஜாலம் நீ அழகே கோலக்கண்ணாலே முழுதாய் கட்டிழுத்தாயே அருகே நீ வருவாயோ நிலவே ஒளிரும் புன்னகை பூவே கடலே என்னுயிர் சென்றேனே மழையின் சந்தமே நீ என் சொந்தமே கிளியே செல்ல கிளியே கொஞ்சி பறந்தன் கூட்டில் வந்தாடு கனவே காத்து கிடந்தேன் யுகமாய் அரும்பே வெள்ளக்காரும்பே எங்கு ஒளிந்தாய் நாணம் கொண்டாடி இதழ்கள் ஒன்றி தொலைவோம் சுகமாய் தங்கமே 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 தந்தானே மாயம் காட்டி மயக்கி விட்டாய், மேகம் மேல நடக்க விட்டாய், காதில் நீயும் சொன்னதெல்லாம் நீதானா? உன்னை மட்டுமே நினைத்து கனவுகள் கோர்த்தெடுத்து மாலை மாற்ற காத்திருக்கும் கோதை மன்னா. அழகே பூமுகமும் வாடுவதேனோ உன் மனதில் ஐயமும் ஏனோ நீயும் நானும் சேராலோகம் நைந்தே போகாதோ சியாதி காவில விளக்கொன்றை ஏத்தி மேளம் கொட்டிட தாலியும் கட்டி கையும் கையும் கோர்த்து கொண்டே கூட்டி செல்வேன் வா மழையின் சந்தமே நீ என் சொந்தமே தந்தானே 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 பூவே பூவே தாழம் பூவே நெஞ்சின் தாழம் நீ மீண்டும் மீண்டும் காண தூண்டும் மாயாஜாலம் நீ அழகே கோலக்கண்ணாலே முழுதாய் கட்டி இழுத்தாய்
മായാമഞ്ഞിൻ കൂടാരം, അതിൽ മിന്നാമിന്നി പൊൻതാരം. സ്നേഹം പെയ്യും രാവോരം, പല മോഹം നെയ്യും മന്ദാരം. മഴയൂഞ്ഞാലാടും മേഘങ്ങൾ, കുളിരീറൻ തൂവൽ വീശുമ്പോൾ. മഴവില്ലിൻ വാതിൽ പാതി ചാരാൻ കൊതിക്കുന്നാരോ. പുലരിവിണ്ണായേ കുരുന്നു കാലടിയിൽ, ആരോ വിരുന്നു വരവായോ. മാതാവേകിയ പൊന്നും മുത്തിനും അഭയമായി തണലിടാം. അത്താഴത്തിനു മുന്നേ നിത്യം കനിവിനൊന്നായുരുകിടാം. മനസ്സുകൾ കോർത്തേ മലരാടും കൊമ്പിൽ കൂടുകൂട്ടി മയങ്ങാം മെല്ലെ. മായാമഞ്ഞിൻ കൂടാരം, പല മോഹം നെയ്യും മന്ദാരം. മഴയൂഞ്ഞാലാടും മേഘങ്ങൾ, കുളിരീറൻ തൂവൽ വീശുമ്പോൾ. മഴവില്ലിൻ വാതിൽ പാതി ചാരാൻ കൊതിക്കുന്നാരോ.